കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം. ബിജെപിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബിജെപി പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. കട്ടപ്പനയുടെ തിരുമുറ്റത്ത് ഊറൽ ബാങ്കിന് മുന്നിലായി പാവപ്പെട്ടൊരു വ്യാപാരിയെ പാവപ്പെട്ടൊരു സാബുനെ തൂക്കിക്കൊന്നിട്ട് ശീതമാടി നാട്ടിലൂടെ വിലാസുമ്പോ നടപടി എന്താ പോലീസ്? നാണമുണ്ടോ പോലീസ്? നീതിയുണ്ടോ പോലീസ്? നിങ്ങൾക്കെതിരാണ് ഈ സമരം, ധർമ്മത്തിന്റെ ഈ സമരം, നീതിയുടെ ഈ സമരം. ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ ജയ് ബിജെപി ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ ജയ് ഭാരത് മാതാ. കട്ടപ്പനയുടെ തിരുമുറ്റത്ത് പാവപ്പെട്ടൊരു വ്യാപാരിയെ തൂക്കിക്കൊന്നവനെ സജീതമാടി സിപിഎമ്മിൻ പേര് പറഞ്ഞ് മാടിത്തം കാണിച്ച സിപിഎമ്മിൻ പേര് പറഞ്ഞ് മാടിത്തം കാണിച്ച കയ്യും കെട്ടി നോക്കിയിരിക്കാം. യുവല്ലറിയുത്തല്ല പിണറായിയുടെ വീറകളല്ല ബിജെപിയാ പറയുന്നേ. ഭാരത മക്കളുടെ പ്രസ്ഥാനം, ദേശീയതയുടെ പ്രസ്ഥാനം, ഈ ബിജെപി ദേശീയതയുടെ പ്രസ്ഥാനം, ഭാരത മക്കളുടെ പ്രസ്ഥാനം, ദേശീയതയുടെ പ്രസ്ഥാനം. കട്ടപ്പനയിലെ പോലീസ് സഖാക്കളങ്ങൾ പോലീസ് സഖാക്കളങ്ങൾ പാവപ്പെട്ടൊരു സാബുനെ ശരി സാബുനെ തൂക്കിക്കൊന്നവനെ സജീതമാടി സിപിഎമ്മിൻ പേര് പറഞ്ഞ് തെമ്മാടിത്തം കാണിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇല്ല ഞങ്ങൾക്കാവില്ല. ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ ജയ് ബിജെപി ജയ് ബാലോ ജയ് ബാലോ ജയ് ബാലോ ജയ് ഭാരത് മാതാ.
സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഇന്നലെ നിക്ഷേപകന്റെ ആത്മഹത്യയെ തുടർന്ന് അവിടെ നാട്ടുകാരും BJPയുടെ നേതൃത്വത്തിലുമൊക്കെ പ്രതിഷേധം ഇരമ്പിയതാണ്. എന്നിട്ടും നിഷ്ക്രിയരായി പോലീസ് നിൽക്കുന്നു എന്ന ആക്ഷേപം. അതിന് തൊട്ടു പിന്നാലെ ഇന്നും പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തുന്ന കാഴ്ചയും. നിക്ഷേപൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന പ്രതിഷേധ മുഖം തുറന്നിരിക്കുന്നത്. ഇന്നലെ ഹർത്താൽ നടത്തിയിരുന്നു BJPയുടെ നേതൃത്വത്തിൽ അവിടെ. കാരണം ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നിക്ഷേപകന് നീതി ലഭിക്കണമെന്നുള്ള ന്യായമായ ആവശ്യം. സുബിൻ ചേരുകയാണ്. സുബിൻ, ഈ പ്രതിഷേധം 2 ദിവസങ്ങളായി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ തുടരുന്ന ഒരു കാഴ്ച. എന്നിട്ടും നിഷ്ക്രിയരാണോ പോലീസ്? പ്രധാനമായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ സാധു നിർദ്ദേശ് പേര് എടുത്തു പറഞ്ഞിരുന്ന ഈ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമായും ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു ബാങ്കിന് മുന്നിൽ അരങ്ങേറിയിരുന്നു. അതിനുശേഷം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പിന്മേലാണ്, ഈ സംസ്കാരത്തിന് മുമ്പ് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉറപ്പിന്മേലാണ് ഇന്നലെ ഒരു മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ പോലും ഈ ഒരു പ്രതിഷേധക്കാർ അനുവദിച്ചത്. അതിനുശേഷം ഇന്നും ഈ ഒരു സംസ്കാരം നടന്നതിനു ശേഷവും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം നടത്തുന്നത്. റോഡ് ഉപരോധിക്കുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു ആ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആ ഒരു പ്രതിഷേധം റോഡിലേക്ക് നീങ്ങിയത്. ഒരു കാരണവശാലും ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് BJP നേതാക്കൾ പ്രധാനമായും പറയുന്നത്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോലും ഈ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാനോ ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ VR സജിയെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറാവാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആകപ്പാടെ നിലവിൽ പോലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലെത്തി രാവിലെ ഈ ഭാര്യയുടെയും അതുപോലെ തന്നെ സാബുവിന്റെ കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തിരുന്നു. അതിനുശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല, കൃത്യമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കട്ടപ്പന അതുപോലെ തന്നെ തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെയാണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം 9 പേരാണ് ഈ ഒരു അന്വേഷണ സംഘത്തിലുള്ളത്. SP TK വിഷ്ണുപ്രദീപ് അല്പം മുമ്പാണ് ഈ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. അപ്പോഴും ഈ ഒരു അന്വേഷണം അതിന്റെ പ്രാഥമിക ദിശയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഈ ഒരു ആരോപണ വിധേയരായിട്ടുള്ള ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അവരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ VR സജിക്കെതിരെ കേസെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ കേസുകളൊന്നും തന്നെ സംസാരിക്കുന്നതിലേക്ക് നമുക്ക് തത്സമയം എത്താം. പ്രസംഗിച്ചത് അവരുടെ സഖാക്കന്മാരോട് പ്രസംഗിച്ചത് നമ്മൾ അടി കൊടുക്കണമെന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടുകാരന് അടി കൊടുക്കണമെന്ന് പറഞ്ഞ മണിയാശാന്റെ ശിഷ്യൻ സഹകാരിയായ നിക്ഷേപകരെ അടിവാങ്ങേണ്ടവനാണ് എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിശയമില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കാണിച്ചു തരാം, നിനക്ക് പണി എന്താണെന്ന് അറിയത്തില്ല, പണി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ പണി ഇങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും ഈ നാട്ടിലെ ജനങ്ങൾ വിചാരിച്ചില്ല. അത്യന്തം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഈ കൊലപാതകത്തിലേക്ക്, ഈ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച ആളുകൾക്കെതിരെ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലും ചുമത്തി ഒരു FIR ഇടാൻ പോലീസ് തയ്യാറായിട്ടില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ വലിയ സമരങ്ങൾക്ക് കട്ടപ്പന സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ രീതിയിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ശക്തമായ